പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഒരിക്കൽ കൂടെ ഈ പ്രസംഗപ്പെടുത്തുന്നതുകൊണ്ട് ദൈവത്തിന് വചനം സംസാരിപ്പാൻ എന്നെ ക്ഷണിച്ച അച്ഛനോടും സഭാ കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകമായ നന്ദി ആദ്യമായി അറിയിക്കുന്നു. ചില കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്നും സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ട് വേദഭാഗം 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ഉറക്കൊന്ന് വായിക്കുക. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെ ആകുന്നു. പ്രാർത്ഥിക്കാം. തലകൾ താഴ്ത്താം. കൃപയാൽ ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അതിമനോഹരമായ ഈ കർത്തൃദിനത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവം ഞങ്ങൾക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ സത്യത്തിലും ആത്മാവിലും കൂടെ ആരാധിക്കുവാൻ നീ ഞങ്ങൾക്കൊരവസരം കൂടി നൽകിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവമേ, ലോകമെങ്ങും ആരാധന മുഴുകുന്ന ഈ സന്ദർഭങ്ങളിൽ പാപികളും ദോഷികളുമായി ഞങ്ങൾക്ക് കർത്താവ് ദൈവസേനയിൽ കടന്നു വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസേനയിലായിരിക്കാൻ തക്കവണ്ണം നിങ്ങളെ സഹായിച്ചുവല്ലോ. അല്പസമയം കർത്താവ് തിരുവചനമായി അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അടിയനെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. അതിൻ്റെ വയലിൽ നിന്ന വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ. ശേഷിക്കുന്ന സമയങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപയിൽ കാണും. മാനമഹത്വം സ്വീകരിക്കണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറെ നാം യാചിക്കുന്നു. കൃപയോടെ യാചന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ക്രിസ്തുയേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമുള്ള ഐക്യവും സ്നേഹവും നിറഞ്ഞ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നതാണ് ഈ വേദഭാഗത്തിൽ വായിച്ചതിൻ്റെ പൊരുൾ. വിശ്വാസവും ഐക്യതയും ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ വിഷയത്തിൽ ഒരു ദൈവ പൈതലല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് വിശ്വാസവും ഐക്യതയും. കുടുംബത്തിലായാലും ശരി, സഭയിലായിരുന്നാലും ശരി, സമൂഹത്തിലായിരുന്നാലും ശരി, ഈ വിശ്വാസവും ഐക്യവും സ്നേഹവും ഇല്ല എന്നെങ്കിൽ ഒരു ദൈവത്തിൽ എന്ന് പറയുവാൻ ഒരിക്കലും അർഹരല്ല. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഈ 2ാമത്തെ ഞായറാഴ്ച നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നിശ്ചയത്തെ ഒന്നുകൂടെ വിശുദ്ധ യോഹന്നാൻ ഈ പാഠത്തിൽ ബലപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ചില വ്യക്തികൾക്ക് ഇന്നും സംശയം ഉണ്ട്. യേശു മരിച്ച ഉയർത്തെഴുന്നേറ്റിൻ്റെ ഉടനെ അപ്രത്യക്ഷമായ ഒരു ദൈവമല്ല. നമുക്കറിയാം, 40 നാളോളം ശിഷ്യനോടൊപ്പം അനേകം ജനങ്ങൾക്കും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വ്യക്തമായ തെളിവ് അവർക്ക് നൽകിക്കൊണ്ടാണ് യേശു ഈ ഭൂമുഖത്തായിരുന്നത്. അവിടെ വെച്ചാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ യഥാർത്ഥമായ രൂപം ശിഷ്യന്മാർ പോലും മനസ്സിലാക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു ഐക്യ മനോഭാവം ഇല്ലായിരുന്നു, ഒരു സ്നേഹത്തിൻ്റെ അനുഭവം ഇല്ലായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം അവർ പല സ്ഥലങ്ങളിലുമായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയമപ്രകാരം അവർക്ക് ഐക്യതയോടുകൂടി ജീവിക്കുവാനും
സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ തക്കണം കഴിഞ്ഞു എന്നതാണ്. അവയെക്കുറിച്ചാണ് ഈ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ വ്യക്തമായിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. 1 യോഹന്നാൻ 1:1-2 വാക്യങ്ങൾ ഒരിക്കലും വായിക്കുക. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. മതി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഒരു സാക്ഷ്യം അത് യോഹന്നാൻ തൻ്റെ ജനങ്ങളോട് അറിയിക്കുകയാണ്. എന്നോടും നമ്മളോടും അറിയിക്കുകയാണ്. ആദ്യം മുതൽക്കും മനുഷ്യപുത്രൻ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന സത്യം ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതാണ് എന്ന ആ സത്യത്തെ ഒന്നുകൂടെ ഉറപ്പിച്ച് യോഹന്നാൻ പറയുന്നു. മാത്രമല്ല, അവൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതും ഞങ്ങൾ കണ്ട് സാക്ഷീകരിച്ചതും ചെയ്യുന്ന ആ നിത്യജീവൻ്റെ സന്തോഷത്തെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമുക്കെല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കൊരു നിത്യജീവൻ വേണം എന്നതാണ്. ഈ ലോകത്തുള്ള സകല ക്രിസ്ത്യ മക്കളുടെയും ചിന്ത എന്ന് പറയുന്നത് നമുക്കൊരു നിത്യജീവൻ ഉണ്ടാകണം. താൻ വിശ്വസിക്കുന്ന, തന്നെ സത്യത്തിലും ആത്മാവിൽ ആരാധിക്കുന്ന, ഐക്യതയോടും സ്നേഹത്തോടെ ജീവിക്കുന്ന എൻ്റെ മക്കൾക്കത് ഉറപ്പായി ലഭിക്കും എന്നതും നമ്മെ വേദവസ്തം പഠിപ്പിക്കുന്നുണ്ട്. ആ നിത്യജീവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതുമായ ഉയർത്തെറ്റ യേശുവിനോടുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് ഞങ്ങളോടും വേണം എന്ന് യോഹന്നാൻ ആവശ്യപ്പെടുകയാണ്. ക്രിസ്തുവിനുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് ഞങ്ങളോടും വേണം. ഞാനും നിങ്ങളും ആ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുന്നവരാണോ? ആ ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്നവരാണോ? എങ്കിൽ ഈ കൂട്ടായ്മ എൻ്റെ സ്വന്തം ഭവനത്തിൽ എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവരുടെ മേലും പങ്കുവയ്ക്കാനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. അങ്ങനെ പങ്കുവയ്ക്കുന്നവർക്ക് മാത്രമേ, ആ കൂട്ടായ്മയും സന്തോഷത്തിലും ജീവിക്കുന്നവർക്ക് മാത്രമേ അവർ യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രിയ മക്കളെന്ന് പറയാനുള്ള അവകാശമുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരായ ഞങ്ങൾക്കുള്ള കൂട്ടായ്മ പിതാവ് ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ഉള്ളതാണ്. ആ കൂട്ടായ്മ ഞങ്ങൾ ഒരിക്കലും വേർപിരിക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്തെല്ലാം പീഡനങ്ങൾ വന്നിരുന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിരുന്നാലും ഈ കൂട്ടായ്മയിൽ നിന്നും ഈ സന്തോഷത്തിൽ നിന്ന് ഞങ്ങൾ വേർപിരിയില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. മാത്രമല്ല, ശിഷ്യന്മാർക്ക് സന്തോഷിപ്പാനായ മറ്റൊരു കാര്യം എന്നത് ഇവിടെ കൂട്ടത്തിലുള്ള 2 ശിഷ്യന്മാർ, യേശുവിന് 12 ശിഷ്യന്മാരെല്ലാം കൂടാതെ വേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. 2 ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്നും എമ്മാവുസിലേക്ക് പോകുന്ന വഴിയിൽ അവർ തമ്മിൽ തർക്കിക്കുകയാണ്. എന്താണ് തർക്കിക്കുന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള സംശയമാണ് അവരിൽ പങ്കുവരുന്നത്. അതിനെക്കുറിച്ചുള്ള തർക്കമാണ്. യേശു ഇത് മനസ്സിലാക്കി അവരുടെ ചേർന്ന് നടന്നു. അവർ അറിയാതെ വണ്ണം അവരെ കണ്ണുകൾ നിരോധിച്ചവൻ അവൻ യേശുവിനോട് അവർ പറയുകയാണ് കല്ലറയിൽ നടന്ന സംഭവങ്ങൾ. അതിരാവിലെ സ്ത്രീകൾ വന്ന് കണ്ടതും കല്ലറ ശൂന്യമായി കിടക്കുന്ന കാര്യങ്ങൾ കണ്ടു. അതിനെക്കുറിച്ച് യേശുവിനോട് അവർ പറയുകയാണ്. യേശുവിനെ അവരറിയുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവർ പറയുന്നു. ഇതെല്ലാം പറയുമ്പോഴും യേശു പറഞ്ഞു, പ്രവാചകന്മാരിൽ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് അവരെ വിളിക്കുന്നു. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടവനല്ലയോ? ഇതെല്ലാം പറയുമ്പോൾ ഒരാകെ വിസ്മയം കൊണ്ട് നിൽക്കുകയാണ്. ഇതാരാണ് സംസാരിക്കുന്നത് ഞങ്ങളോട്? അവർക്കറിയുന്നില്ല. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നുള്ള തിരുവെഴുത്തിലെ എല്ലാ സത്യങ്ങളും യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കുറേ സമയം വൈകി. യേശു പോകാൻ ഭാവിച്ചു. അപ്പോൾ അവർ യേശുവിനോട് പറയുന്നു, ഇന്ന് പോകണ്ട, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പാർക്കണം എന്നാവശ്യപ്പെടുകയാണ്. യേശു അത് കേട്ടിട്ട് അവരോടൊപ്പം വീട്ടിൽ പോയി. വൈകുന്നേരം ഭക്ഷണത്തിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് നുറുക്കി അവർ കൊടുത്തപ്പോഴാണ് അവരുടെ ആത്മീയ കണ്ണ് അവർ തുറന്നത്. അപ്പോഴവർക്ക് മനസ്സിലായത് ആരാണെന്നുള്ള കാര്യം മനസ്സിലായത്. ആ സമയം തന്നെ യേശു അപ്രത്യക്ഷപ്പെട്ടു.
അവർ തിരിച്ച് യെരൂശലേമിലേക്ക് വീണ്ടും പോയി. വഴിയിൽ നടന്ന് കണ്ടവരൊക്കെയും ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഞങ്ങൾ സംസാരിച്ചു എന്നും ഒക്കെ പറഞ്ഞു. അവരെല്ലാം ഭയങ്കര പരിഭ്രാന്തിയോടുകൂടി ജനങ്ങളോട് യേശുവിനെ കണ്ടതിലുള്ള സന്തോഷത്തോടെ അവർ സംസാരിച്ചു. യേശു ഞങ്ങളോട് സംസാരിച്ചതും അവൻ്റെ ഒരുത്തനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതൊക്കെയും അവർ ജനങ്ങളോട് പറഞ്ഞു. ആ സന്ദർഭത്തിലും യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സമാധാനം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. യേശു അവരോട് ചോദിച്ചു, ആ ശിഷ്യന്മാരുടെ വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നതിൻ്റെ കാര്യം എന്താണ്? ഞാൻ തന്നെ ആകുന്നു നിങ്ങൾ എൻ്റെ കൈയും കാലും കാണുവിൻ, നിങ്ങൾ തൊട്ടു നോക്കുവിൻ. ഞാൻ തന്നെയാണ് ഉയർത്തേണ്ട യേശു ക്രിസ്തു എന്ന് അവരെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ടൊക്കെ കാണുന്നു. അവർ അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, ഉദ്ധാനം ചെയ്ത യേശുവിനെ, നിത്യജീവൻ്റെ ഉറവിടമായിരിക്കുന്ന യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. ഇതാണ് നമ്മുടെ സന്തോഷം. ഇതാണ് തോമസിൻ്റെ സന്തോഷം. ഇതാണ് യോഹന്നാൻ പറഞ്ഞതിൻ്റെ സന്തോഷം. ഇതാണ് നമ്മുടെയും സന്തോഷം. അവൻ പറയുന്നു, നിങ്ങൾ കൂട്ടായ്മയിൽ സന്തോഷമുള്ളവരായിരിക്കണം. എപ്പോഴും നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഒരിക്കലും ഭംഗം വരരുത്. നിങ്ങളുടെ വിശ്വാസത്തിന് ഒരിക്കലും ഭംഗം വരരുത്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾക്കൊരിക്കലും ഭംഗം വരരുത്. എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നിരുന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നിരുന്നാലും, ഈ കൂട്ടായ്മയിൽ നിന്നും ഈ സ്നേഹത്തിൽ നമ്മൾ വേറെ പിരിക്കരുത്. നമ്മൾ ആരും വേറെ പിരിയരുത്. ഇത്തരത്തിലുള്ള കൂട്ടായ്മ സന്തോഷം നമുക്ക് അനുഭവിക്കുകയും ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുക, എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ കൂട്ടായ്മയുടെ ശക്തി, എൻ്റെ കൂട്ടായ്മയുടെ അനുഗ്രഹം എത്രമാത്രം ഉറപ്പിക്കുന്നു എന്നത്. ആത്മാർത്ഥതയോടെയാണ് കർത്താവെ ഞാൻ നിന്റെ സ്നേഹത്തിൽ കൂട്ടായ്മ ആചരിക്കുന്നത്. ആത്മാർത്ഥതയോടെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ആത്മാർത്ഥതയോടെയാണ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നത്. നമ്മൾ തന്നെ ചോദിക്കുക. പലപ്പോഴും പലരും പല രീതിയിലാണ് നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത്, അല്ലേ? ജഡീയമായാലും ലൗകികമായാലും ആത്മീയമായാലും കൂട്ടായ്മയ്ക്ക് അതിൻ്റെതായിട്ട് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ആരാധനയ്ക്ക് അതിനുള്ള പ്രാധാന്യം കൊടുക്കണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് അതിനുള്ള പ്രാധാന്യം കൊടുക്കണം. അതിനപ്പുറമായി നമ്മുടെ മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമ്മുടെ പ്രാധാന്യം കൊടുക്കണം. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ, ഞാൻ കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്ന മകനാണെങ്കിൽ, അത് മറ്റുള്ളവർക്കും പ്രകാശമായി തീരുവാൻ തക്കണം നമുക്ക് കഴിയണം. അതെൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ പ്രവൃത്തി കാണിച്ചു കൊടുക്കണം. ഇവ ദൈവ പൈതലാണ്, ഞാൻ കൂട്ടായ്മ ആചരിക്കുന്ന മകനാണ്, വിശ്വാസത്തിൽ ജീവിക്കുന്നവനാണെന്നുള്ളത് മറ്റുള്ളവരും നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഒരിക്കലും ഒരു മനുഷ്യൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡരികിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ആപ്പിളെല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ് വിൽക്കാൻ വേണ്ടി. ഈ മനുഷ്യൻ അങ്ങനെ നടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാല് തട്ടി ആപ്പിൾ കുറേ ചിതറിപ്പോയി. മാത്രമല്ല വന്ന വണ്ടികളൊക്കെ കയറി ആപ്പിൾ കുറേ ചതഞ്ഞറിഞ്ഞു പോയി. ഈ മനുഷ്യൻ എന്തെന്നല്ലാത്ത ഒരു ഭയങ്കരമായ വിഷമമുണ്ടായി. ആ മനുഷ്യൻ ഓടിച്ചെന്ന് നല്ല ആപ്പിളെല്ലാം പറക്കി അടുക്കി വെച്ചിട്ട് അദ്ദേഹത്തെ പോക്കിൽ നിന്ന് ഒരു നല്ലൊരു തുക എടുത്ത് അവൻ്റെ പാക്കിൽ വെച്ച് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം അദ്ദേഹം സോറി പറഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ ആ മനുഷ്യനെ വിളിക്കുകയാണ്, അയ്യോ നിങ്ങളാണോ യേശു? നിങ്ങളാണോ യേശു എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ആരായിരുന്നു? ഒരു കുരുടനായിരുന്നു. ആ മനുഷ്യൻ ആ പൈസ എടുത്ത് കൊടുത്ത വ്യക്തി ഒരു ദൈവഭക്തൻ കൂടിയായിരുന്നു. വിശ്വാസമുള്ള, ഐക്യതയുള്ള, സ്നേഹമുള്ള ഒരു ഭക്തൻ കൂടിയായിരുന്നു. ഈ കുരുടൻ ചോദിക്കും, നിങ്ങളാണോ യേശു? കുരുടൻ കേട്ടിട്ടുണ്ട്, യേശുവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യേശുവാണെന്ന് എന്താ കുരുടൻ വിചാരിച്ചത്? ഈ മനുഷ്യനെ അടുത്തുനിന്ന് അദ്ദേഹം സോറി പറഞ്ഞു, ഞാൻ യേശുവല്ല, യേശുവിൻ്റെ ഒരു പൈതൽ മാത്രമാണ്. നിങ്ങൾ ഈ ആപ്പിൾ വിറ്റ് ഇന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നിങ്ങൾ ദൈവികമായ ആ ചിന്തയിലും ഐക്യത സ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ മനുഷ്യനെ താക്കീത് ചെയ്തിട്ട് അതേ അവിടെ നിന്ന് നീങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, ഐക്യതയും സ്നേഹവും
വിശ്വാസമുള്ള മക്കൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഐക്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണിച്ചു കൊടുക്കണം. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം, ശിഷ്യന്മാരുടെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഒരുവൻ മാത്രമേ മരണപ്പെട്ടുള്ളൂ. മറ്റൊരൊക്കെയും സംശയാലുക്കളായിരുന്നുവെങ്കിൽ തന്നെ അവരുടെ സംശയമെല്ലാം നീങ്ങി. അവർ ഉറച്ച വിശ്വാസത്തോടും ഉറച്ച ഐക്യതയോടും തന്നെയാണ് അവരുടെ ജീവിതങ്ങൾ. ക്രിസ്തുവിൽ പ്രിയരെ, നമ്മുടെ ജീവിതങ്ങളും ഇങ്ങനെയാണോ? ഒരു ഉറച്ച വിശ്വാസത്തോടാണ് ഞാൻ നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരുന്നത് ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ ഐക്യതയുടെ അനുഭവത്തിലാണോ എന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള മക്കളെ ചേർപ്പാൻ തക്കവണ്ണം ദൈവത വേഗം വരുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. അവൻ്റെ വരവിന് ഒരിക്കലും സമയം ഇനിയില്ല. അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് നമ്മെ ഓരോരുത്തരോടും അറിയിക്കുകയാണ്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി: സമയം ഇനി അധികമില്ല, കാഹളം വാനിൽ കേട്ടിടാൻ, ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? എന്നോട് നിങ്ങളോട് ചോദിക്കുന്നു, ഇന്നവൻ വന്നാൽ അവനോടൊപ്പം പോകുവാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിനയാത്തതാം നാഴിക തമ്മിൽ വന്നിടും മാമകാന്തനെ, എതിരേൽക്കുവാൻ വിളക്കിൽ എണ്ണ കരുതിയിട്ടുണ്ടോ കാന്തയെ? എതിരേൽക്കുവാൻ വിളക്കിൽ എണ്ണ കരുതിയിട്ടുണ്ടോ കാന്തയെ? സമയം ഇനി അധികമില്ല, കാഹളം വാനിൽ കേട്ടിടാൻ, ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? മണവാളൻ്റെ വരവിൽ ആർപ്പു വിളി കേൾക്കുന്ന സമയം, ഏതു നേരമെന്നറിയാകയാൽ എപ്പോഴും ഉണർന്നിരിപ്പിൻ. ഏതു നേരമെന്നറിയാകയാൽ എപ്പോഴും ഉണർന്നിരിപ്പിൻ. സമയം ഇനി അധികമില്ല, കാഹളം വാനിൽ കേട്ടിടാൻ, ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? അത്തിവൃക്ഷവും തളിർത്തിടുന്നു, വേനലേറ്റമടുത്തല്ലോ. കാണും നേരം ഒന്നോർത്തിടുക നീ, കാന്തൻ വാതിൽക്കലായല്ലോ. കാണും നേരം ഒന്നോർത്തിടുക നീ, കാന്തൻ വാതിൽക്കലായല്ലോ. സമയം ഇനി അധികമില്ല, കാഹളം വാനിൽ കേട്ടിടാൻ, ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? ജാതി ജാതിയോട് അതിർത്തിയിടുന്നു, ക്ഷാമം ഭൂകമ്പമേറുന്നു. ആദ്യ സ്നേഹം കുറയുന്നു, പലർ വിശ്വാസം വിട്ടു പോകുന്നു. ആദ്യ സ്നേഹം കുറയുന്നു, പലർ വിശ്വാസം വിട്ടു പോകുന്നു. സമയം ഇനി അധികമില്ല, കാഹളം വാനിൽ കേട്ടിടാൻ, ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? ഇന്നവൻ വന്നാലവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? ലോകമോഹങ്ങൾ
നിങ്ങൾ അതിൽ വീഴല്ലേ, ലോകത്തെ സ്നേഹിച്ചിടല്ലേ. ലോകത്തെക്കാളും വിലയേറുന്ന ആത്മാവേ നഷ്ടമാക്കല്ലേ. ലോകത്തെക്കാളും വിലയേറുന്ന ആത്മാവേ നഷ്ടമാക്കല്ലേ. സമയം ഇനി അധികമില്ല, കാഹളം വാനിൽ കേട്ടിടാൻ. ഇന്നവൻ വന്നാൽ അവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? ഇന്നവൻ വന്നാൽ അവനോടൊപ്പം പോകുവാനൊരുങ്ങിയിട്ടുണ്ടോ? പാട്ടുകാരൻ നമ്മോട് ചോദിക്കുന്നു, ഇന്നവൻ വന്നാൽ പോകുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? എന്നോട് നിങ്ങളോട് ചോദിക്കുന്നു, ഇന്നവൻ വന്നാൽ അവനോടൊപ്പം പോകാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? ഒരുക്കത്തിൻ്റെ ആവശ്യം നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ആ ഒരുക്കത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെയും നാം ഐക്യതയും സ്നേഹം നിറഞ്ഞ മക്കളെ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. സത്യമായൊരവസ്ഥയാണ്. ഈ ലോകത്തിൽ ഐക്യതയും സ്നേഹമില്ല എങ്കിൽ, പരസ്പരം സ്നേഹമില്ലെങ്കിൽ, നമ്മുടെ കൂട്ടുകാരോട് സ്നേഹമില്ലെങ്കിൽ, ബന്ധുക്കളോട് സ്നേഹമില്ലെങ്കിൽ, പ്രത്യേകം നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹമില്ലെങ്കിൽ, സഹോദരനോട് സ്നേഹമില്ല എങ്കിൽ നമുക്കൊരിക്കലും അവൻ്റെ രാജ്യത്തിൽ ചെന്ന് ചേരുവാൻ കഴിയുകയില്ല. സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. കാഹളം വാനിൽ കേൾക്കുവാൻ സമയമായിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരുക്കത്തോടെ ഈ ഭൂമിയിലായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അളവ് കൂടാതെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയും കഴിയും ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ഇതിനുകളെയും പ്രത്യാശമെങ്കിൽ കാക്കുമാറാകട്ടെ. ആമേൻ.